നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി, അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. വേറൊരു കൂട്ടർ നിലകൊള്ളുമ്പോ അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി, സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ്. ഈ 10,000-കണക്കിന് മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ സമസ്തയുടെ മുഷാവറ അംഗമായ 40 മുഷാവറ അംഗങ്ങളിൽ ഒരാളായ മുസ്തഫൽ ഫൈസിയെ കഴിഞ്ഞ ദിവസം സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുഷാവറ അംഗത്വത്തിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായിരിക്കാം അതിനുള്ള കാരണം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാരണം ഇത് തന്നെ ധാരാളമാണ് എന്നുള്ളതാണ്. ഇനി ബാക്കി പറയുന്ന കാരണങ്ങളാണ് അവർ എടുത്തു പറയുന്നതെങ്കിലും മെയിനായിട്ടുള്ള കാരണം ഇപ്പം ഈ പറഞ്ഞ കാര്യമാണ്. അവിടെ മുസ്തഫൽ ഫൈസി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യത്തോട് നല്ല വിയോജിപ്പുണ്ട്. 10,000-കണക്കായ മദ്രസകൾ അതൊക്കെ മുസ്ലിം ലീഗാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ മുസ്തഫൽ ഫൈസി മുസ്ലിം ലീഗുകാരായ ആളുകൾ കമ്മിറ്റി ഭാരവാഹികളായിട്ടും അംഗങ്ങളായിട്ടും ഉണ്ടാകുമായിരിക്കാം. എന്നാൽ അത് മുസ്ലിം ലീഗാണ് നടത്തുന്നത് എന്നുള്ള ആ ഒരു ധാരണ അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മസ്ജിദുകളും അതുപോലെ മദ്രസകളും അത് സമസ്തയുടെ ആ ഒരു ആശീർവാദത്തോടെ ആദർശത്തോടെയുള്ള കമ്മിറ്റി അംഗങ്ങളായിരിക്കാം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുസ്ലിം ലീഗിന് അത് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇനി സമസ്തയ്ക്കും അത് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. നാട്ടുകാർ അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി പിരിവെടുത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡൊണേഷൻ സ്വീകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മസ്ജിദുകളും പള്ളികളും അത് പരിപാലിക്കുക എന്നുള്ളതുള്ളൂ. അത് മഹല്ല് ഭാരവാഹികൾ എന്ന അർത്ഥത്തിൽ നോക്കിയാൽ മതി. അതിൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവുമായിരിക്കാം, SDPI-കാരുണ്ടാവുമായിരിക്കാം, കോൺഗ്രസ്സുകാരും ലീഗുകാരും ഉണ്ടാവുമായിരിക്കാം. ഭൂരിപക്ഷം ലീഗിനാണെന്ന് പറഞ്ഞിട്ട് ലീഗിൻ്റെ മദ്രസകളും പള്ളികളുമാണ് എന്ന ധാരണ അത് തെറ്റാണ് എന്ന് അറിയിക്കുന്നുണ്ട്. ബാക്കി പറയട്ടെ. ഇനി പറയുന്നതാണ് അവർ പറയുന്ന കാരണം കേട്ടോ. ഇത് നാം മനസ്സിലാക്കണം. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. ആരാണ് വൈകി വന്നത്? വൈകി വന്നത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് സമസ്തയുടെ മുഷാവറ അംഗങ്ങളായിക്കൊണ്ട് വർഷങ്ങളായിക്കൊണ്ട് പരിചയമുള്ള ആളുകൾക്ക് മുമ്പിലേക്ക് കെട്ടിത്തൂക്കി ഇറക്കിയ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, ആ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇപ്പോൾ വന്നിരുന്നിട്ട് സമസ്തയുടെ നിലപാടും ലീഗിൻ്റെ നിലപാടും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് സത്യമാണത്. അതിൽ തെറ്റൊന്നുമില്ല. അത് രണ്ടും രണ്ട് നിലപാട് തന്നെയാണ്. ലീഗിൻ്റെ നിലപാട് ലീഗ് തുടങ്ങിയ കാലത്ത് അത് ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി ആയിരുന്നു എങ്കിൽ ഇപ്പം നിലപാടൊക്കെ മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വീണ്ടും പഴയ നിലപാടിലേക്ക് വരുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ സമസ്ത അന്നുണ്ടായതും ഇന്നുണ്ടായതും സുന്നത്ത് ജമാഅത്തിനെതിരായിക്കൊണ്ടാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ നമ്മൾ പലതവണ പറയാറുണ്ട്. ഉപ്പുംചാക്കിൽ പഞ്ചസാര എന്ന് എഴുതിക്കൊണ്ട് വന്നത് സുന്നത്ത് ജമാഅത്ത് ഇവിടെ സ്ഥാപിക്കാനാണ് അല്ലെങ്കിൽ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ ആളുകൾ ഷിയായിസവും ബറേൽവിസവും മറ്റു ഇതര മത ആദർശങ്ങൾ സമസ്ത മതങ്ങളും, അതാണ് സമസ്ത മതങ്ങളും കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു ഉണ്ടാക്കി കൊണ്ടു കിടക്കുന്ന ഒരു സാധനമായിരുന്നു എന്നുള്ളത് അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ മുസ്തഫൽ ഫൈസി പറഞ്ഞത് പുതിയതായിട്ട് വന്ന ആളുകൾക്ക്, പുതിയതായിട്ട് വണ്ടി കയറി എന്ന് തന്നെ ഇനി പറയുന്നുണ്ട്. അപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് സമസ്തനെ കുറിച്ചും അറിയില്ല, ലീഗിനെ കുറിച്ചും അറിയില്ല. കോൺഗ്രസ്സുകാരനായ തുണിക്കച്ചവടക്കാരനായ അതുപോലെ തന്നെ പ്രവാസിയായിട്ട് ജീവിതം നയിച്ചിരുന്ന ആൾക്ക് ആ പണി തന്നെ നല്ലത് എന്നുള്ളതാണ് മുസ്തഫൽ ഫൈസി പറഞ്ഞത്. മുസ്തഫൽ ഫൈസിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം അദ്ദേഹം പറയുന്നത് നമുക്ക് ആ ഒരു രൂപത്തിലെടുക്കാം. ബാക്കി പറയട്ടെ. 974 മുതൽക്ക് ഞാൻ KR റഹ്മാൻ പറ്റി അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം
ഈ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഞാനൊക്കെ 974 മുതലുണ്ട്, ഇയാൾ 2010 ശേഷം അല്ലെ 2010 വന്നിട്ട് നമ്മളെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കൂല എന്നുള്ള ആ ഒരു ധ്വനി കൂടി ഉണ്ട്. സത്യത്തില് സമസ്ത ഇത്രയും കാലം പോയിരുന്ന പോക്കിൽ നിന്ന് വ്യതിചലനം ഉണ്ടായതും ഇപ്പോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വന്നതിന് ശേഷം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ഷെറ് മുത്തുക്കോയത്തങ്ങൾ തന്നെയാണ്. അത് ഞാനിങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഒന്ന്, അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ഖുറാഫാത്ത് പറയുന്നുണ്ട്. 2, ലീഗിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മുസ്തഫ ഫൈസി പറയട്ടെ. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അപ്പം മുസ്തഫൽ ഫൈസിനെ കണ്ട് പുറത്താക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തിട്ടുള്ള പണി. എന്നാൽ മുസ്തഫൽ ഫൈസിയേക്കാൾ മോശമുള്ള ഉമർ ഫൈസി മുക്കം ഇന്നും മുഷാവറ അംഗമായിട്ട് അവിടെ തന്നെ കുത്തി ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇത് സപ്രപഞ്ചക്കാട്ടിൽ കുത്തി ഇരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. പറയും. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. അവിടുന്ന് അള്ളാഹു അക്ബറൊക്കെ പറയുന്നുണ്ട് ഇയാളുടെ ചീറലിനനുസരിച്ചിട്ട്. വണ്ടിയിൽ വൈകി കയറിയ ആളുകളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എങ്ങളല്ല അത് നിർണ്ണയിക്കേണ്ടത് എന്നാണ് മുസ്തഫൽ ഫൈസിയൊക്കെ പറയുന്നത്. അപ്പോൾ മുസ്തഫൽ ഫൈസിക്കൊക്കെ ചന്തിമ താഴ്മണ്ട്. ഞങ്ങൾ കുറേ കാലം ഈ മുഷാവറ കസാലയിൽ ഇരുന്ന് നിരങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് താഴ്മണ്ട് എന്നാണ് പറയുന്നത്. അവർ യാഥാർത്ഥ്യമാണ്. ശരി, പറയട്ടെ. അങ്ങനെയാണല്ലോ. വണ്ടിയിൽ വൈകി കയറി, എടുത്ത് ബൈക്കിന് കയറി, അവൻ അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. അപ്പം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ആദ്യം കയറിയവരുണ്ടാവും. ഞങ്ങളൊക്കെ 74 മുതലും അതുപോലെ 70, 80 ഒക്കെ മുതലുള്ള ഞങ്ങളുണ്ട് ഇവിടെ. അന്ന് നിങ്ങൾ ജിദ്ദയിൽ പോയിട്ട് തുണിക്കച്ചവടം ചെയ്യലായിരുന്നോ? നിങ്ങൾ ജിദ്ദയിൽ പോയിട്ട് തുണിക്കച്ചവടം ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളാണ് ഗതി നിർണ്ണയിക്കേണ്ടത്, ദിശ നിർണ്ണയിക്കേണ്ടത്. അത് മുസ്ലിം ലീഗാണ് ഞങ്ങളുടെ ദിശ എന്നാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു ഭാഗത്ത് നിന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹത്തെയും അപ്പുറത്തുള്ള ആളുകളെയും നമ്മൾ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. ബാക്കി പറയട്ടെ. ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമസ്ത 289-ൽ 2 അങ്ങനെ മറുചേരിയിലുള്ളവർക്ക് വളരെ വലിയ ശക്തിയാണ്. രാജ്യത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവരെ കൂടെയുണ്ട്. മറുചേരിയിലുള്ള ആളുകൾക്ക് അന്ന് വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഹീറോ സൈക്കിൾ വാങ്ങാൻ പോലും ത്രാണിയില്ലാത്ത, കപ്പാസിറ്റി ഇല്ലാത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പിന്നീട് ഒരു വലിയ ശക്തിയായി മാറിയത് അത് ഒരു ബിസിനസ് ട്രിക്കിന്റെ ഭാഗമായിട്ടാണ്. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് പോട്ടെ, നിങ്ങൾ പറയും. സാമ്പത്തിക ശേഷി അവർക്കുണ്ട്. ഗൾഫ് മുഴുവനും നടന്ന് പിരിക്കുന്നു. സാമ്പത്തിക ശേഷി പിന്നീട് ഉണ്ടായതാണ്. ഗൾഫ് മുഴുവൻ നടന്ന് പിരിക്കല് അത് പണ്ട് മുതലേ ഉണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അവർക്കുണ്ടായിരുന്നു. ഒന്നൊന്നല്ല, കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലം അവർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വൈകി എന്നുള്ളതാണ്. പറയും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ സമസ്തയായ ശംസുൽ ഉലമയും കണ്ണിയത്തും ഒക്കെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സമസ്തക്കെതിരിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വേറൊരു സംഘടന രൂപീകരിച്ചു. അവർ മദ്രസകൾ രൂപീകരിക്കുന്നു, പള്ളികൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഉണ്ടായിക്കോളിയും. അത്രേ ഉള്ളൂ. ഉള്ള ഈ കേരളത്തിലുള്ള ജാറ മുഴുവൻ നിങ്ങളെ കയ്യിലല്ലേ. അവിടെ നിന്നുള്ള പിരിവ് കംപ്ലീറ്റ് നിങ്ങളല്ലേ എടുക്കുന്നത്. അപ്പോൾ ഓലിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വരുമാനമുണ്ട്. ജാറങ്ങൾ മയ്യത്ത് വ്യാപാരത്തിലൂടെ നല്ല വരുമാനമുണ്ട്. ഓലിക്ക് മയ്യത്ത് വ്യാപാരം ഉണ്ടായിരുന്നില്ല, ഓല ഇനി തുടങ്ങുന്നുണ്ട്. ഏറ്റവും വലിയ മയ്യത്ത് വ്യാപാരം ഓലായിരിക്കും ഇനി നടത്തുക ഇവിടെ കേരളത്തിൽ. പക്ഷേ നിങ്ങൾ 2 കൂട്ടരും മയ്യത്ത് വ്യാപാരം മുടങ്ങിയിട്ട് കട്ടപ്പുറത്താക്കാനാണ് ഞങ്ങളെ തീരുമാനം. പറയും. സമസ്തയെ അടിയുറപ്പിച്ചു നിർത്തണം. സമസ്ത ഇവിടെ എന്നും ഉണ്ടായിരിക്കണം. ആ കൂട്ടൊരു സമ്മേളനം നടത്തി. എറണാകുളത്ത് സ്റ്റേറ്റ് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന് വമ്പിച്ച പ്രചാരണം നടത്തി. ആ സമ്മേളനത്തിലേക്ക് നമ്മുടെ മഹല്ലുകളെയും നമ്മുടെ സുന്നികളെയും എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ അങ്ങ് പോയാൽ അപകടമാണ്. സമസ്ത തകരും. സമസ്ത നമ്മൾ നിലനിർത്തും. പക്ഷേ നാം അതിനു വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ശംസുൽ ഉലമ എന്തു പറഞ്ഞു? ആ സമ്മേളനത്തിന് ആരും സുന്നത്ത് ജമാഅത്തിന്റെ ആരും പോകരുത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു അദ്ദേഹത്തെ വിളിച്ചു. ശംസുൽ ഉലമ പറഞ്ഞു, ഒരു മിനിറ്റ്,
ഷംസുൽ ഉലമ എന്ന് പറയുന്ന ഇ.കെ. അബൂബക്കർ മൗലവി മൂപ്പര് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എറണാകുളത്തെ ആ വലിയ സമ്മേളനത്തിലേക്ക് ആരും പോകരുത് എന്ന് മുസ്ലിം ലീഗിൻ്റെ അണികളോട് പറയണമെന്ന് പറഞ്ഞു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ വാക്ക് അണികളോട് പറയുകയും ചെയ്തു. അതാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാര്യം, മുസ്ലിം ഉമ്മത്തിനെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം. അപ്പോഴേ ഉള്ളൂ അത് തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. ആ ഒരു പ്രഖ്യാപനത്തോടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ആ ഒരു ഉന്നമനം എന്നുള്ള ആ ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പ്രയാണം മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും സീതി സാഹിബും അവർ അഖിലേന്ത്യാ ലീഗ് പിരിച്ചുവിടണമെന്ന ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് മദ്രാസിൽ റെയിൽവേ സ്റ്റേഷനിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് സീതി സാഹിബിനെ കാത്തു നിൽക്കുകയാണ്. ട്രെയിന് പോകുവാനുള്ള സമയമായി, എന്നിട്ടും സീതി സാഹിബിനെ കാണാതെ വെപ്രാളത്തോടെ നിൽക്കുകയാണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. കണ്ണീരോടെ അദ്ദേഹം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. കാര്യം, ആ പോക്ക് അവിടെ അവസാനിച്ചു പോയാൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തുകൊണ്ട് അഖിലേന്ത്യാ ലീഗ് രണ്ടായപ്പോൾ ലീഗിൻ്റെ വലിയൊരു ശതമാനം പാകിസ്ഥാനിലാണ് ഉണ്ടായിരുന്നത്. മുഹമ്മദ് അലി ജിന്ന, അതുപോലെ തന്നെ ലിയാഖത്ത് അലി ഖാൻ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷമുണ്ടായ മന്ത്രിസഭയിൽ, കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിക്കൊണ്ടിരുന്ന ആളാണ്. അന്ന് ആഭ്യന്തരം വേണമെന്നാണ് നെഹ്റുവിനോട് മുഹമ്മദ് അലി ജിന്നയും അതുപോലെ തന്നെയുള്ള മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ലീഗിൻ്റെ നേതൃത്വവും ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് ധനകാര്യമാണ് കൊടുത്തത്. അതിനുശേഷം ആ മന്ത്രിസഭ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്ത ആ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായതിനു ശേഷം പിന്നീട് ഇന്ത്യയുടെ വിഭജനമാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ വേറെയാകുന്ന ആ സമയം അങ്ങനെ അഖിലേന്ത്യാ ലീഗ് പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ വരികയാണ്. ആ സമയത്ത് ഇവിടെ നിന്നും രണ്ട് സ്വാത്വികന്മാരായ ആളുകളാണ് ഇവിടെ നിന്ന് പോകുന്നത്. മദ്രാസിൽ നിന്ന് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് മലയാളികളുടെ പ്രതിനിധിയായിക്കൊണ്ട് സീതി സാഹിബും പോവുകയാണ്. സീതി സാഹിബിൻ്റെ ഭാര്യയ്ക്ക് അസുഖമായതിനാൽ അവർ വീണ് കൈ പൊട്ടുകയോ എന്തോ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് അവിടെ എത്തുവാൻ അല്പം വൈകി എന്നുള്ള ആ ഒരു സങ്കടമാണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനോട് പറയുന്നത്. അവർ രണ്ടുപേരും പിന്നീട് മുഹമ്മദ് അലി ജിന്നയുടെയും അതുപോലെ ലിയാഖത്ത് അലി ഖാൻ്റെയും ഒക്കെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടക്കുകയാണ്. അഖിലേന്ത്യാ ലീഗ് പിരിച്ചുവിടണം എന്നുള്ള ചർച്ചയായിരുന്നു. അഖിലേന്ത്യാ ലീഗ് പിരിച്ചുവിടാനൊന്നും കഴിയില്ല, അതിനുള്ള ആ ഒരു അർഹത ആ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇന്ത്യയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനനമുണ്ടാവുകയാണ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ നിന്നും ജനനമെടുക്കുമ്പോൾ ലിയാഖത്ത് അലി ഖാൻ പറയുന്നുണ്ട് സീതി സാഹിബിനോട്, ഇത് നിങ്ങൾ കൈമോശം വന്നു പോകരുത്, നിങ്ങളുടെ കൈവിട്ടു പോകരുത്, മലബാറിലെ ജനത ഇത് നെഞ്ചേറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സമസ്ത ഉണ്ടാക്കിയതൊന്നല്ല, സമസ്തയല്ല ഇത് കൊണ്ടു നടന്നതും, അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ അവിടെ നിന്നും പോരുമ്പോൾ 17 ലക്ഷം രൂപയോളം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവിടെ നിന്ന് ലഭിക്കുവാനുണ്ടായിരുന്നു. അന്ന് ആ പൈസ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, നിങ്ങൾ പാകിസ്ഥാൻകാരാണ്, അത് ഞങ്ങൾക്കിനി ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം മുഹമ്മദ് അലി ജിന്ന പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലൊരു പ്രശ്നമുണ്ടായാലും ഞങ്ങളുണ്ടാവും, ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിനെത്താമെന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ സഹോദരനോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനോ ഇല്ലാത്ത ഒരു വേദിയിലിരുന്നു കൊണ്ട് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറയുന്നുണ്ട്, നിങ്ങൾ പാകിസ്ഥാനികളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം നോക്കുവാൻ ഇന്ത്യക്കാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ നിന്നും പോന്ന് പിന്നീട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വാപ്പ സമസ്തയൊന്നുമല്ല. അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റിവെച്ചാളി എന്നും കൂടി ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ബാക്കി പറയട്ടെ. തങ്ങളെ ഈ കൂട്ടരുടെ സമ്മേളനത്തിന് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ഒരാളും പോകാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു സംസാരം അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. കാര്യം സമസ്തയ്ക്ക് വേണ്ടിയല്ല മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത്,
മുസ്ലിം ലീഗ് രൂപീകരിച്ചത് സമസ്തയുമല്ല, സമസ്തയ്ക്ക് വേണ്ടിയുമല്ല, വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ അത് ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് പറയാം. ഇസ്ലാമിക് രാഷ്ട്രീയം, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയം, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയം, അത് പറയുമ്പോൾ സമസ്ത എന്നുള്ള ആ ഒരു നിലപാട് പറയുമ്പോൾ അവിടെ നമുക്ക് മറ്റു പലതും ബ്രിട്ടീഷുകാരുടെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ചരിത്രം ഉണ്ടായല്ലോ, അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളും കഥകളും പറയേണ്ടി വരും. അപ്പം അത് അത്ര വലിയ സുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയും. അങ്ങനെ തങ്ങൾ അവർ പ്രമേയം, മുസ്ലിം ലീഗിന്റെ പ്രമേയം അവതരിപ്പിച്ചു. ഈ സമ്മേളനത്തിന്, എറണാകുളത്ത് സമ്മേളനത്തിന് നമ്മൾ ആരും പോകാൻ പാടില്ല, സുന്നികൾ ആരും പോകാൻ പാടില്ല. എന്തുണ്ടായി? ഒരൊറ്റ മഹലിൽ നിന്നും ഒരു വണ്ടി പോയില്ല. അത് വലിയ പോരിശയല്ലായിരുന്നു മുസ്തഫൽ ഫൈസി. മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് അവർക്ക് വേണ്ടിയാണ്. അത് സുന്നി, മുജാഹിദ്, തബ്ലീഗ് എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല, അത് EK, AP, PK, KP എന്നും പറഞ്ഞുകൊണ്ടും ആവരുത്. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ആവണമായിരുന്നു. സംഘടനാ തലത്തിൽ നിന്നുകൊണ്ട് സംഘടനകൾക്ക് വേണ്ടിയിട്ട് അന്ന് മുഹമ്മദ് ശിഹാബ് തങ്ങളോട് അതിയായ ബഹുമാനം ഉണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലെയുള്ള ചില നിലപാടുകൾ ഈ AP വിഭാഗത്തോട് വ്യക്തിപരമായിക്കൊണ്ടും ആദർശപരമായിക്കൊണ്ടും വ്യക്തമായ ഭിന്നാഭിപ്രായമാണ്, അവരുടെ കാര്യങ്ങളോട് വിയോജിപ്പാണ്. എന്നിട്ട് പോലും മുസ്ലിം ഉമ്മത്ത് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു. ഏതായാലും ഇവിടെ മുസ്തഫൽ ഫൈസി പറഞ്ഞ ഈ ചെറിയൊരു പ്രഭാഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, ഇത് ചെറുതല്ല, കുറച്ചുകൂടി അപ്പുറം ഉണ്ട്, പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് ഇതാണ്. മുസ്ലിം ലീഗിനെ പ്രൊമോട്ട് ചെയ്യുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, മുസ്ലിം ലീഗിനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് കൂടിയാണ് എന്നുള്ളതാണ്. ഷജറകൾക്ക് പ്രാതിനിധ്യം കൂടുതലാണ് മുഷാവറയിൽ എന്നുള്ളത് കൂടി നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.